അവർക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റി, പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റും സ്വീറ്റ് ആൻഡ് സ്പൈസിയും ഗാർലിക് ഫ്ലേവറും കൊണ്ട് നിറഞ്ഞൊരു ഡെലിഷ്യസ് ഡിഷ് ഹണി ഗാർലിക് കോളിഫ്ലവർ. ആദ്യം നമുക്ക് ഫ്രഷ് ആയ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം ഒരുപാടായി പോവാതെ ശ്രദ്ധിക്കണം. കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ബാറ്ററൊക്കെ കോളിഫ്ലവറിലേക്ക് നന്നായി കോട്ടാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനായി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതുവരെ നമ്മൾ ഇളക്കൊന്നും ചെയ്യരുത്. 1 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 7 മിനിറ്റാണ് നമ്മൾ കോളിഫ്ലവർ ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഹണി ഗാർലിക് കോളിഫ്ലവറിന് വേണ്ടി 1/2 കപ്പ് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 3 ടേബിൾ സ്പൂൺ ഹണി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെഡിയാക്കാം. അതിനായി കടായി നന്നായി ചൂടായി വരുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഇളക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത സവാള കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിളക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് നേരം നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹണി കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഹണി ഗാർലിക് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. സ്റ്റാർട്ടറായും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.